ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വീണ്ടും കനക്കുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധാഭ്യാസത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നമുക്കറിയാം, മെയ് 7 മുതൽ 10 വരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ കനത്ത ആക്രമണത്തിൽ പാകിസ്ഥാനിൽ നൂറുകണക്കിന് ഭീകരർ കൊല്ലപ്പെടുകയും അനവധി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു. 11ഓളം വ്യോമത്താവളങ്ങൾ തകർത്തു. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രമായ കിരാന ഹിൽസിൽ പോലും ഇന്ത്യയുടെ ആക്രമണം നടന്നു എന്നുള്ളതാണ്. അതിനുശേഷം നടന്ന താൽക്കാലിക വെടിനിർത്തൽ ഇപ്പോൾ മാറുന്നു അതിന്റെ അവസ്ഥ എന്നുള്ള ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തിയിൽ വ്യോമാഭ്യാസം നടത്താൻ ഇന്ത്യൻ എയർഫോഴ്സ് തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി നോട്ടം, അതായത് നോട്ടീസ് ടു എയർമാൻ, അതായത് മറ്റ് വിമാനങ്ങൾക്ക് ആകാശപാത ഈ സമയങ്ങളിൽ വ്യോമാഭ്യാസം നടക്കുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നോട്ടീസാണ് നോട്ടം. അത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ടു പിന്നാലെ പാകിസ്ഥാനും അത്തരത്തിലൊരു നോട്ടീസ് പുറപ്പെടുവിച്ചു. അവരും 2 ദിവസം നീളുന്നു, അതായത് ഇന്നും നാളെയുമായി പാകിസ്ഥാൻ ഒരു വ്യോമാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും വീണ്ടും സംഘർഷത്തിന്റെ ഒരു സാധ്യതകളിലേക്ക് തന്നെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ കരുതുന്നു. സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പ്രതിരോധ വിദഗ്ധർ കരുതുന്നു. നമ്മുടെ വ്യോമസേനയുടെ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് ആണ് ഈ വ്യോമാഭ്യാസം നടത്തുന്നത്. അതിർത്തിയിൽ ബാർമർ മുതൽ ജോധ്പൂർ വരെയുള്ള അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമാണ് വ്യോമാഭ്യാസം നടത്തുന്നത്. ഇതിൽ റഫേൽ പങ്കെടുക്കും, മിറാഷ് 2000, സുഖോയ് 30 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്കൊപ്പം തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം അടക്കം ഈ ഒരു വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഇതിനിടെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, പാകിസ്ഥാനിലെ അധികാരം പിടിക്കാൻ സേനാ മേധാവി മുനീർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഈ പട്ടാള ഭരണത്തിലേക്ക് അമരുന്ന പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ പ്രകോപനം ഉണ്ടായേക്കാം. നമുക്കറിയാം, അവരുടെ സേനാ മേധാവി മുനീറാണ് അവർക്ക് ഭീകരർക്കും മറ്റും എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. പൽഗാമിലടക്കം ഭീകരരെ കടത്തിവിടുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു കരസേനാ മേധാവി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ സേനയുടെ മുഴുവൻ ചാർജും അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭരണാധികാരിയാകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നേരത്തെ തന്നെ വാർത്ത വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അത് അധികം വൈകില്ല, ഉടൻ തന്നെ അതിന് നീക്കങ്ങൾ നടക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വീണ്ടും സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു സൈനിക മേധാവി കൂടിയാണ് മുനീർ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാകണം ഇന്ത്യ ഇപ്പോൾ വ്യോമാഭ്യാസം വീണ്ടും പുനരാരംഭിക്കുന്നത്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. അതിനാൽ തന്നെ സംഘർഷ സാധ്യതകളും നിലനിൽക്കുന്നു.